അപ്പം നമ്മൾ ഗോവയിൽ എത്തിയിട്ടുണ്ട്. ഒരു 4:45 ഞങ്ങൾ തിവിമിലാണ് ഇറങ്ങിയത്. ഞങ്ങൾ മഡ്ഗോവിലല്ല ഇറങ്ങിയത്. മഡ്ഗോവിൽ എല്ലാവരും ഇറങ്ങും, പക്ഷെ ഞങ്ങൾ ഇറങ്ങിയത് തിവിമിലാണ്. അപ്പം ഞങ്ങൾ ഇതേ വലതുകാലിൽ ഇറങ്ങാൻ പോണ കേസ്. അങ്ങനെ ഞങ്ങൾ തിവിമിലെത്തി കേസ്. ഗോവ പോകുന്നത് മംഗൾദ്വീപ് എക്സ്പ്രസ്സിലായിരുന്നു കേട്ടോ. അത് നല്ല ട്രെയിനായിരുന്നു. അങ്ങനെ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ ടൈം ഇത്തിരി ലേറ്റായി. ഞങ്ങൾ 4 മണിക്ക് എത്തേണ്ടതായിരുന്നു, പക്ഷെ 4:30 ആയിട്ടുണ്ട്. 4:45 ആയിട്ടുണ്ടായിരുന്നു. ഉള്ള ഈ വണ്ടിയാണ് ഇൻഫന്റ് ജീസസ്. ആ വണ്ടി നമുക്ക് വന്നിട്ടുണ്ട്. ഫുൾ ക്രിസ്മസ് വൈബാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ വന്നിറങ്ങിയപ്പോൾ തന്നെ കണ്ടത് കുറേ ക്രിസ്മസ് സ്റ്റാറുകൾ ഇങ്ങനെ നിരത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു കുഞ്ഞു കുട്ടി സ്റ്റാറുകൾ, നല്ല ക്ലാസ്സി ആൻഡ് എലഗൻ്റായിട്ടുള്ള സ്റ്റാറുകൾ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടെന്ന് കണ്ടു. അങ്ങനെ നമ്മളിതേ നമ്മുടെ ചെക്കിനൊക്കെ ചെയ്തു. നമ്മളിത് ഈ ഒരു റൂമിലായിട്ട് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നേക്കുന്നത്. നമ്മളിതേ ചെക്കിൻ ചെയ്തു. ഒരു 5 o'clock ആയിട്ടുണ്ട് കേട്ടോ. 5 പറഞ്ഞൊരു ഹോട്ടലായിട്ടാണ് സ്റ്റേ എടുത്തേക്കുന്നത്. നോർത്ത് ഗോവയില വന്നേക്കണത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചർച്ച് വിസിറ്റിനാണ് പോകാൻ പോണത്. അപ്പം ഇപ്പോൾ ഫ്രഷ് ആവാനായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു റൂം നമ്മൾ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഒരു 11 മണിയാകുമ്പോൾ ചെക്കിൻ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ അങ്ങനെ കുളിച്ച് റെഡിയായി ഞങ്ങൾ നേരെ വന്നത് ഈ ഒരു ശ്രീലീല എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഞങ്ങൾ നിൽക്കണതിന് തൊട്ടപ്പുറത്തുള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ അത് തന്നെ നോൺ വെജിൽ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നല്ല ദോശയും പൂരിയൊക്കെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ചേട്ടത്തിന് അതുപോലെ തന്നെ ബ്രെഡ് ഓംലേറ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു സേവ് വാട്ടർ ആൻഡ് ഡ്രിങ്ക് ബിയർ. ഇതില് സൊല്ലുങ്കടാ പോണ വഴിയിലപ്പം ഞാൻ കണ്ട നല്ല ഭംഗിയുള്ളൊരു ബ്രിഡ്ജായിരുന്നു കേട്ടോ. അപ്പം ഇവിടെ ഞങ്ങൾ പോകുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചർച്ച് വിസിറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെയാണ് തിരിച്ചത്. നമ്മൾ ക്രൂസ് ചെയ്യാനുള്ളത് ഇവിടെയാണ് കേട്ടോ. അപ്പം ഇവിടേക്ക് ഞങ്ങൾ റിട്ടേൺ വരും. അപ്പോൾ ഇത് കണ്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി. അപ്പം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തതാണേ. അങ്ങനെ നമ്മൾ ചർച്ചിലേക്ക് പോയിട്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ നിറയെ ഷോപ്പിങ്ങിൻ്റെ കാര്യങ്ങളുണ്ട്. ചർച്ചിക്ക് പോകുന്ന വഴിയിൽ നിറയെ ഷോപ്പുകളാണ്. പക്ഷെ ഞങ്ങളിപ്പോൾ തൽക്കാലം അവിടെ ഒന്നും കയറിയില്ല. നേരെ ചർച്ച്, അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ നേരെ ചർച്ചിലെത്തി. ചർച്ചിൽ കാണാനായിട്ട് കയറി വരുമ്പോൾ തന്നെ ഞങ്ങൾ സൈഡ് ഭാഗമാണ് കണ്ടത്. ഭയങ്കര ഭംഗിയായിട്ട് അത്രയും ഇയേഴ്സ് ബാക്കായിട്ടുള്ളതാണല്ലോ. പോർച്ചുഗീസുകാരുടെ പഴയ കൺസ്ട്രക്ഷനാണ്. ആ ഒരു ചർച്ചിൻ്റെ ഒരു സൈഡ് ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരെ പോകുന്ന ഫ്രാൻസിസ് സേവിയറിൻ്റെ ഡെഡ് ബോഡീസ് കാത്തു സൂക്ഷിച്ചിരിക്കുന്ന ആ ഒരു ചർച്ചിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രി ഉണ്ടായിരുന്നത്. ഇവിടുന്ന് വലിയൊരു ക്യൂ ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. ഭയങ്കര സീസണായിരുന്നു. കാരണം 10 വർഷം കൂടുമ്പോഴാണല്ലോ ഫ്രാൻസിസ് സേവിയറിൻ്റെ ബോഡി നമുക്ക് കാണാൻ പറ്റും. പെരിയ ക്യൂ ആണ് ഗൈസ്, പെരിയ ക്യൂ. ഭയങ്കര വലിയ ക്യൂ ആണ് ഗൈസ്. ഞങ്ങൾ ലോക്കാണ് ഗൈസ്, പട്ടി ലോക്ക് ഗൈസ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഫ്രാൻസിസ് സേവിയറിൻ്റെ ബോഡി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർ തുറന്ന് വെച്ചിട്ടുണ്ട്. അത് കാരണമാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു സമയത്ത് വന്നത്. ഭയങ്കര തിരക്കായിട്ടും കൂടി ഞങ്ങൾ വന്നത് അതുകൊണ്ടാണ്. ഇനിയൊരു ജനുവരി 2 വരെയാൻ തോന്നുന്നു എനിക്ക് ഈ ഒരു ഡെഡ് ബോഡി അവർ ഓപ്പൺ ചെയ്ത് വെക്കുകയുള്ളൂ. ഞങ്ങളപ്പം ആ ഒരു ക്യൂവിൽ 2-3 മണിക്കൂർ നിന്നിട്ടാണ് ഞങ്ങൾ ഈ ഒരു സംഭവം പള്ളിയിലേക്ക് എത്തണത്. പള്ളി ഭയങ്കര സെക്യൂറായിട്ട് വെച്ചിട്ടുണ്ട്. കാരണം വീഡിയോസോ ഫോട്ടോഗ്രാഫിയോ ഒന്നും അലൗഡ് ആയിരുന്നില്ല. അപ്പോൾ പുറത്തു നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉള്ളിൽ നമ്മൾ കയറി തന്നെ കാണേണ്ട കാഴ്ചകളാണ്. അതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ട് ആ പള്ളി അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ ബ്ലാക്ക് ക്യാറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടോടുകൂടി ഞാൻ വീഡിയോ നിർത്താൻ കേട്ടോ. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം അവർ സമ്മതിച്ചില്ല. ഫ്രാൻസിസ് സേവിയറിൻ്റെ ബോഡിയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ. നിറയെ ഷോപ്സ് എന്ന് പറഞ്ഞാൽ നിറയെ ഷോപ്സ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ഏകദേശം ഒരു 1 something ആയിട്ടുണ്ടെന്ന്, 1:30 ആയെന്ന് തോന്നുന്നു. അതുകൊണ്ട് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തണമല്ലോ. അതിനനുസരിച്ചുള്ള നമ്മൾ വേഗം അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. കാരണം നമുക്ക് ഷോപ്പിങ്ങിനായിട്ടൊരു ഡേ വേറെ ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ഒരു സമയം വേസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടെ അധികം വേസ്റ്റ് ചെയ്തില്ല. പിന്നെ ഞങ്ങൾ വന്നത് സ്പൈസ് പ്ലാന്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്തായിരുന്നു ഭക്ഷണം കഴിക്കാൻ വന്നത്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ സ്പൈസുകൾ അവർ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളൊക്കെ അവിടെ ചെല്ലുമ്പോൾ 500 രൂപ പെർ ഹെഡിന് ഫുഡ്, അവരുടെ നാടൻ ഫുഡ് നമുക്ക് കഴിക്കാൻ കിട്ടും. പിന്നെ നേരെ ഫസ്റ്റ് ചെന്നപ്പോൾ തന്നെ ഇഞ്ചി വെള്ളം പോലെ, ചായ നല്ല ഇഞ്ചി വെള്ളം, അതിൽ മധുരമൊന്നും ഉണ്ടാവില്ല, അങ്ങനെ തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ 2 ounce കുടിച്ചു, അവിടെ വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ഗൈഡ് നമ്മളെ എല്ലാവരെയും ഗ്രൂപ്പായിട്ട് കൊണ്ടുപോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു. അങ്ങനെ കൊടുത്തേണോ അവന് ഫ്ലൈങ് കിസ് കൊടുക്കും. വഴികൂടെ
ദെൻ ഞങ്ങൾ അവിടുത്തെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കാഴ്ചകൾ അവരെ കൾട്ടിവേഷൻ പ്ലാന്റേഷൻ ഏതൊക്കെയാണ് നമ്മൾ സാധാ കാർഡമൻ അതുപോലെ തന്നെ ജിഞ്ചർ ടർമറിക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്തു, അതിൻ്റെ ഔഷധ ഗുണങ്ങൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമായിരുന്നു. അപ്പോൾ നമ്മളും അതിൻ്റെ ഒപ്പം തന്നെ കുറേയധികം കാര്യങ്ങൾ അവരുടെ കൂടെ നടന്ന് കണ്ടും കേട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ ഞാനത് കഴിഞ്ഞപ്പോൾ റീൽസൊക്കെ എടുത്തു. നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളതാണ്, കേരളക്കാർക്ക് അറിയാത്ത സ്പൈസുകൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടുതൽ അവർ ഫോറിനേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്താണ് ഇങ്ങനെ ഒരു സംഭവം അവർ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. അവർക്കത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങളതൊക്കെ കേട്ട് നിന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് റിട്ടേൺ പോരുന്നു. കാരണം ഓൾറെഡി നമ്മൾ 2.5-3 മണിക്കൂർ നമ്മൾ അവിടെ നിന്നല്ലോ ഫ്രാൻസിസിയുടെ ചർച്ചിൽ. നേരെ ഞങ്ങൾ ക്രൂസിൽ പോയി. അപ്പം ഇതായിരുന്നു ആ ക്രൂസിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇത് ക്രൂസ് നേരെ ചെല്ലുമ്പോൾ അവിടെ കുറേ അധികം ക്രൂസുകളുണ്ടായിരുന്നു. ഞങ്ങൾ പാരഡൈസ് എന്ന് പറഞ്ഞ ഒരു ക്രൂസിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒരാൾക്ക് പെർ ഹെഡ് 500 രൂപയാണ് ഞങ്ങൾക്ക് ആയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ 1500 ഇവിടെ ക്രൂസും ഉണ്ട്. അത് നമുക്ക് ഫുഡും കൂടെ എടുക്കാം. ഞങ്ങൾ ഫുഡ് എടുത്തില്ല, ഞങ്ങൾ ഒരു റൈഡ് പോലെയായിരുന്നു, ജസ്റ്റ് റൈഡായിരുന്നു. അതുകൊണ്ട് 500 രൂപ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിള്ളേർ ഡാൻസും പാട്ടും അങ്ങനെ ഓരോരോ സെക്ഷനായിട്ട് തിരിച്ചിട്ടായിരുന്നു ഓരോരോ കാര്യങ്ങളുണ്ടായിരുന്നത്. പിന്നെ അവിടെ ആംബിയൻസ് ആയാലും ആ ഒരു ടൈമിങ് ആയാലും ഒക്കെ അടിപൊളിയായിരുന്നു. ഒരു ക്രിസ്മസ് വൈബ് ആയതുകൊണ്ട് ഫുൾ ലൈറ്റും കാര്യങ്ങളും, അതല്ലെങ്കിൽ തന്നെ ഗോവ ഫുൾ വൈബാണല്ലോ. ലൈറ്റൊക്കെ ഇട്ട് സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഡാൻസ് കളിക്കാൻ വിളിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം കപ്പിൾസിന് ഡാൻസ് കളിക്കാൻ വിളിക്കുന്നുണ്ട്, കുട്ടികളെ ഡാൻസ് കളിക്കാൻ വിളിക്കുന്നത്, ബർത്ത്ഡേകൾ വിഷ് ചെയ്യുന്നത്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ അവർ ഭയങ്കരമായിട്ട് എടുത്തെടുത്ത് പറയുന്നുണ്ടായിരുന്നു. അത് നമുക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഓരോ തമിഴ് പീപ്പിൾസിനെ വിളിച്ച് ഡാൻസ് കളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഓരോ ഗ്രൂപ്പായിട്ട് വിളിച്ച് എല്ലാവരും ഡാൻസ് കളിക്കാനും ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. ഒരു 1.5 hour അത്ര ഉണ്ടായിരുന്നു ടൈം എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനുള്ളൊരു 1 hour ആയിരുന്നു. കാരണം നമ്മൾ നല്ല കാറ്റൊക്കെ അടിച്ച് നല്ല പുഴ നല്ല കടലൊക്കെ കണ്ട് നല്ല ലൈറ്റ് ആംബിയൻസ് അങ്ങനെ പോകുമ്പോൾ നല്ലൊരു റിലാക്സേഷൻ ആയിരിക്കും. അങ്ങനെ ഇതായിരുന്നു ആ ക്രൂസ് എന്ന് പറയുന്നത്. ഭയങ്കര വലിയ ക്രൂസായിരുന്നു. പാരഡൈസ് ആയിരുന്നു കേട്ടോ ക്രൂസിൻ്റെ പേര്. അങ്ങനെ ഞങ്ങളത് കയറി. ഞങ്ങൾ സൈഡ് സീറ്റിൽ ഇങ്ങനെ ഇരുന്നു എല്ലാവരും കൂടി. പിന്നെ ഞാൻ കുറച്ച് ഇങ്ങനെ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു. ഫാമിലി ആയിട്ടുള്ള റീൽസും ഞങ്ങൾ തനിയുള്ള റീൽസും അങ്ങനെ എല്ലാം എടുത്തു. അങ്ങനെ കുറച്ച് നേരം ഒരു വെയിറ്റ് ചെയ്തു. ഞങ്ങൾ 5 മണി കൃത്യം കറക്റ്റ് ടൈമിന് എത്തിയിട്ടുണ്ടായിരുന്നു. 5:30-6 മണിയോട് കൂടിയാന്ന് തോന്നുന്നു ബോട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത്രയും നേരം ഞാനിങ്ങനെ റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് എൻജോയ് ചെയ്ത് വൈബ് അടിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ, നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങൾ പുറത്തുള്ള കാഴ്ചകളും കൂടി എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഷിപ്പ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു കാറ്റും ആ ഒരു ആംബിയൻസും ഒക്കെ ഭയങ്കര സൂപ്പറായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കപ്പിൾസ് സ്വന്തമായിട്ട് പ്രൈവറ്റ് ബോട്ട് എടുത്തിട്ട് പോകുന്നുണ്ടായിരുന്നു. അതും നല്ല അടിപൊളിയായിരുന്നു കാണാനായിട്ട്. പിന്നെ ഇതുപോലെ തന്നെ ക്രൂസിൽ നമുക്ക് 1500 കൊടുത്തു കഴിഞ്ഞാൽ ഫുഡ് അതുപോലെ തന്നെ ഡാൻസ് എൻജോയ്മെൻറ്റ് അതല്ലാണ്ട് പിന്നെ കസിനോയിൽ പോയിട്ട് കളിക്കാം. ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. അങ്ങനത്തെ ക്രൂസുണ്ട്. ഞങ്ങൾ സാധാരണ റൈഡ് മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിന് 1500 രൂപയാണ് കൊടുക്കേണ്ടത്. ചുറ്റും കുറേ ക്രൂസുകളുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ കൾച്ചറൽ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു 3 പേരായിരുന്നു ആദ്യം തൊട്ട് അവസാനം വരെ ഗോവയുടെ കൾച്ചറൽ ഡാൻസുകൾ നമ്മളെ കാണിച്ചത്. ഈ ഒരു 3 ആളുകൾ നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്ത് അവരവരുടെ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കപ്പിൾസിന് വേണമെങ്കിൽ സ്വന്തമായിട്ട് പ്രൈവറ്റ് ബോട്ട് എടുത്തിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകാം കേട്ടോ. അപ്പം ഞങ്ങൾ ഇതേ കണ്ട ഒരു സീനായിരുന്നു. കപ്പിൾസ് സ്വന്തമായിട്ട് ഇങ്ങനെ ബോട്ട് എടുത്തിട്ട് പോണത്. അതും ഭയങ്കര ഒരു വൈബായിരുന്നു. പിന്നെ ആളുകൾ സ്വന്തമായിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കപ്പിൾ ഡാൻസ് ആണിത്. കപ്പിളായിട്ടുള്ളവരോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കപ്പിളായിട്ട് കളിക്കുന്ന ആ ഒരു കപ്പിൾസാണ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു അറ്റത്ത് ഞാൻ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അവരെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഭയങ്കര വൈബായിരുന്നു അവരെ കാണാനായിട്ട്. അതുപോലെ തന്നെ ഭയങ്കര ജയൻ്റ് ആയിട്ടുള്ള ക്രൂസുകൾ ഉണ്ടായിരുന്നു. അതിലൊരു ക്രൂസായിരുന്നു ഈ P2 ഞാൻ കാണിക്കുന്ന ക്രൂസുകൾ. ചുറ്റും ഇങ്ങനെ കുറേ ക്രൂസുകളായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ലൈറ്റിങ്ങും കാര്യങ്ങളും കാണാനും ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ എല്ലാവരും മതിമറന്ന് ആഘോഷിക്കണതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. എല്ലാ ക്രൂസിലും അങ്ങനെ തന്നെയായിരുന്നു. എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗോവയിൽ വന്ന അടിപൊളിയായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഫുൾ എൻജോയ്മെൻ്റ് ആയിരിക്കും, ഫുൾ സന്തോഷം, ആർക്കും ദുഃഖമില്ല, ഫുൾ സന്തോഷമായിരിക്കും. അങ്ങനെ വേണം കേട്ടോ ഗോവയിൽ. അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് ഒരു എൻജോയ്മെൻറ്റും ഉണ്ടാവില്ല. ആരും നോക്കാണ്ട് സ്വന്തം ലൈഫ് എങ്ങനെ വേണം അങ്ങനെ ജീവിക്കാം. അതാണ് ഗോവ എന്ന് പറയുന്നത്.
സന്തോഷിക്കാം. പിന്നെ ദേ അവരുടെ വേറൊരു കൾച്ചറൽ ഡാൻസ് ആയിരുന്നു ഇതെന്ന് പറയണത്. ഇതും എനിക്ക് പാട്ടുകളൊന്നും ഓർമ്മയില്ല, പക്ഷേ അവരുടെ താളം നല്ല അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഈ 3 പേര് സ്റ്റേജിൽ കയറുമ്പോൾ തൊട്ട് ഇറങ്ങണ വരെ ചിരി മാറില്ല. ഫുൾ ടൈം അവർ ചിരിച്ച് സ്വന്തമായിട്ട് എൻജോയ് ചെയ്താണ് അവർ കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്ത ഡാൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഡാൻസ് ആണ്. ഇത് നമ്മുടെ ഏത് സിനിമയിലാണ്, ഭാവനയും ദിലീപും കൂടിയുള്ളൊരു സിനിമ ഉണ്ടല്ലോ, ഗോവ വൈബ് ഉള്ളത്. അതിൽ കാണാ പൊന്നിൽ അതിലെ ട്യൂണൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡാൻസായിരുന്നു ഇത്. അതാണ് എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റിയത്. അങ്ങനത്തെ അത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഞങ്ങൾ നേരെ അതൊക്കെ കഴിഞ്ഞ് നൈറ്റ് ഫുഡ് കഴിക്കാനാണ്, ഡിന്നർ കഴിക്കാനാണ് പോയത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു മന്തിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മന്തി ഞങ്ങളെല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചു. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. ഞങ്ങൾ നിൽക്കണ റൂമിനെ തൊട്ടടുത്തുള്ള കടയായിരുന്നു. ഭയങ്കര ടേസ്റ്റായിരുന്നു പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരുന്നു. കിസ്മി എന്ന് പറഞ്ഞിട്ടൊരു കിസ്മി മന്തി, അതായിരുന്നു ആ ഷോപ്പ്. ഞാൻ സാധാരണ മന്തി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമില്ല, പക്ഷേ ഇത് ഞാൻ നിറയെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഹുക്ക ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും എൻ്റെ ഫസ്റ്റത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അപ്പച്ചൻ, അങ്ങനെ എൻ്റെ ചേട്ടൻ, എല്ലാവരും ഞാനും കുറച്ചധികം വലിച്ചു. അങ്ങനെ അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇത് എൻ്റെ അപ്പയായിരുന്നു. അപ്പയും മൂക്കിക്കൂടെ വായകൂടെയൊക്കെ പുകവിടുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് മതിയാവാണ്ട് ഞാൻ സ്വന്തമായിട്ട് വീണ്ടും എടുത്ത് വലിച്ചു. ഭയങ്കര രസമായിരുന്നു. ആ ഒരു സ്മെല്ലും ആ ഒരു ഇതൊക്കെ നല്ല വൈബായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ചേട്ടൻ അങ്ങനെ ഓരോരുത്തർ മാറി എങ്ങനെയൊക്കെ പുകവിടാം, വട്ടത്തിൽ പുകവിടാം, നീളത്തിൽ പുകവിടാം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് നേരം നമ്മൾ വലിച്ചു. പിന്നെ ചേട്ടൻ പറഞ്ഞത് അതിൻ്റെ ഇത് പോയി, രസമില്ല. അങ്ങനെ പിന്നെ ഞങ്ങളതവിടെ വയ്ക്കുക ചെയ്ത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ബാഗ ബീച്ചിലേക്കാണ്. ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ബാഗ ബീച്ചിലേക്ക്. അപ്പം ഞങ്ങൾ നേരെ പോയപ്പോൾ അതേ തൊട്ട് ഫ്രണ്ടിൽ ഇതിങ്ങനെ നിറയെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ, ഫുൾ ബിസി ലൈഫ്. ഞങ്ങളൊരു 10:30 സമയത്താണ് പോയത്. ഫുൾ ബിസി ലൈഫ്, നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ടൈമായിരുന്നു. ഫുൾ ലൈറ്റ്, പാട്ട്, അപ്പം ഒരു രക്ഷയില്ല, നല്ല അടിപൊളി വൈബായിരുന്നു. അപ്പം ഞാനപ്പനും കുറച്ച് നേരമൊക്കെ അവിടെ വൈബടിച്ച് നിന്നു. കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ച് എൻജോയ് ചെയ്തു. അമ്മ കുറച്ച് നേരം ബീച്ചിലൊക്കെ കളിച്ച് എൻജോയ് ചെയ്തു. അങ്ങനെ നല്ല അടിപൊളി ദിവസമായിരുന്നു കേട്ടോ ഇന്ന് ഞങ്ങളുടെ. പിന്നെ ഞങ്ങൾ കയ്യിലിടുന്ന ബാൻഡൊക്കെ മേടിച്ചു. എല്ലാ ലൈറ്റ് സാധനങ്ങളും അവിടെ വാങ്ങാൻ കിട്ടും. അപ്പം അതൊക്കെ ഞങ്ങൾ വാങ്ങി എക്സ്പീരിയൻസ് ചെയ്തു. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു ഡേ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഡേ. ഇവിടെ നമ്മൾക്ക് അങ്ങോട്ടൊന്നും പറയാൻ പറ്റില്ല, നിങ്ങൾക്കറിയാലോ. ഫുള്ള് ഇപ്പുറത്തെ ഒരു ബീച്ചും അപ്പുറത്ത് ഫുള്ള് ലൈറ്റും, അതിൻ്റെ ഇടയിൽ നമ്മൾ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഫുള്ള് ലൈറ്റ് കാര്യങ്ങൾ, DJ പാർട്ടി, ഷാഗ്, അങ്ങനത്തെ വൈബ് ഉണ്ടായിരുന്നു. രസമാണ്, നല്ല എക്സ്പീരിയൻസുമാണ്. ലൈഫിൽ ഒരു 2-3 ടൈം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളായിട്ട് തോന്നി. അങ്ങനെ എല്ലാവരും, നമ്മൾ പാരൻസിനെ കൊണ്ടാവുന്ന, അവരും അത്യാവശ്യം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരും ബീച്ചിലും പബ്ബിലും ഡാൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ അവരും കുറേ ടൈം സ്പെൻഡ് ചെയ്തു. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവരുടെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അങ്ങനെ ഫുൾ ലൈറ്റ്, എനിക്കിത് കണ്ട് ഭയങ്കര ഇഷ്ടം. എനിക്ക് ലൈറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം. അതും കളർഫുൾ ലൈറ്റ് ആകുമ്പോൾ അതിലും കൂടുതൽ ഇരട്ടി സന്തോഷം. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കെന്തോ വൈബ് അടിച്ചു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പതുക്കെ ഡാൻസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അങ്ങനെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ഭയങ്കര വൈബായി. ഫുൾ ഡാൻസ് കളിക്കണം മൂഡ്. അങ്ങനെ ഫുള്ള് ഞാൻ ഡാൻസ് കളിക്കേണ്ട ആ ഒരു മൂഡിലേക്ക് എത്തി തുടങ്ങി. കുറച്ച് നേരം ഡാൻസൊക്കെ കളിച്ചു. ഞാനും എൻ്റെ അപ്പയും കൂടി വൈബ് അടിച്ചതാണ് കാണുന്നത്. അവിടെ ഫുള്ള് നമുക്ക് സൗണ്ടാണ്, ഭയങ്കര സൗണ്ടായത് കൊണ്ട് വേറെ ലെവലൊരു ഇതാണ്. അപ്പം അപ്പൻ എന്നോട് പറയായിരുന്നു, എനിക്ക് കുറച്ച് സ്റ്റെപ്പൊക്കെ പഠിപ്പിച്ചാൽ ഞാനും കളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3-4 പേര് ഇങ്ങോട്ടൊക്കെ, ഞാനും അപ്പനും അമ്മയും ചേട്ടനും കൂടി ഡാൻസൊക്കെ കളിച്ച് എൻജോയ് ചെയ്ത് കുറച്ച് നേരം അവിടെ എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ നിന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ്. ബീച്ചിൻ്റെ അവിടെ ഞങ്ങൾ എഴുതിയിട്ടായിരുന്നു കടലമ്മ കളി, പക്ഷെ കടൽ വന്നില്ല. അപ്പോഴേ ഞങ്ങൾ പോയി, കാരണം ഒരു 11 മണി ആവാറായിട്ടുണ്ടായിരുന്നു. പാരൻസൊക്കെ ഭയങ്കര ടയേർഡായിരുന്നല്ലോ, അപ്പം അവരെ നമ്മൾ കഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ. അത് കാരണം ഞങ്ങൾ എന്ത് ചെയ്തു, പതുക്കെ ഞങ്ങളുടെ ഡാൻസൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്.
ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഡ്രിങ്ക്സ് ഒക്കെ അടിച്ചിരുന്നു, പക്ഷെ ഞാൻ ഡ്രിങ്ക്സ് ഒന്നും അടിച്ചിട്ടില്ല. അല്ലാണ്ട് നമുക്ക് ആ ഒരു വൈബ് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിയിൽ ഒരാളുണ്ടാക്കിയ ഒരു ആർട്ടായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക്. എന്തൊരു എന്താ പറയുക ഫിനിഷിങ് ആണെന്ന് പറയുന്നത്, കാണാൻ നല്ല രസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വീണ്ടും വൈബൊക്കെ അടിച്ച് നടന്ന് വന്ന് അങ്ങനെ ആ ഒരു ഡേ അവസാനിപ്പിക്കേണ്ടത്. ഭയങ്കര ടയേർഡുമായിട്ടുള്ളൊരു ഡേ ആയിരുന്നു. അപ്പം എല്ലാവർക്കും നമ്മുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ ബൈ.